പറഞ്ഞു ചിറ്റപ്പനാണ്, ഭാര്യ പുറത്താണ്, ആ ഭാര്യയുടെ പുറത്തുള്ള ഇതുകൊണ്ടാണ് ഇയാൾ ഇത് എന്നെ ഭക്ഷണം ഉണ്ടാക്കും, പുള്ളിക്കാരന് വേറെ പരിപാടിയൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞ് ഇത് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഒരു സംഭവമായി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ അവർ പറയും ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വളരെ ഡയലോഗ്സ് കുറച്ച് എനിക്ക് വിട്ടു തന്ന ഒരു ഇത്. പിന്നെ അതിനകത്ത് നമ്മൾ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഫസ്റ്റ് റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടാവും, ഉറപ്പാ. ഇപ്പൊ നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആദ്യ പല സിനിമകളിൽ ഒരു പുതിയ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ആ സീൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ അല്ല, ഒരു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവുന്നതാ പേടി. അപ്പോ അങ്ങനെ ഇതിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. ചെന്നിട്ട് ദിലീഷും ഉണ്ട്, ഡയറക്ടറും ഉണ്ട്. ദിലീഷിന്റെ അസോസിയേറ്റ് ആണ് അതിന്റെ ഡയറക്ടർ. അപ്പോൾ എന്റെ സീനൊക്കെ ദിലീഷാണ് കൂടുതലും ചെയ്തത്. ചേട്ടാ റെഡിയല്ലേ ചേട്ടാ, എന്നാൽ നമുക്ക് നോക്കിയാലോ, എടുത്താലോ? അപ്പൊ ഞാൻ റെഡിയാണ്. അപ്പൊ ഫഹദ് ഉണ്ട് കോമ്പിനേഷൻ. എന്നാ ചേട്ടാ ഓക്കെ പറഞ്ഞോളൂ. ആക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്പേസ് തന്ന് ഒട്ടും ഇതല്ലാണ്ട് ഭയങ്കര ഇത് ചെയ്താ അങ്ങനെ സംസാരിച്ച എനിക്ക് എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അത് ഒരു സീനിൽ മാത്രം ഫഹദ് ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അതിനകത്തെ ഡയലോഗ് അങ്ങനെ പറയുമ്പോഴേ, കാര്യം ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നപ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയും, ഭക്ഷണം ഉണ്ടാക്കണ കണ്ട പറയും എന്തെങ്കിലും കുറ്റം പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോള് എനിക്ക് ഒരു ഇവിടെ തെറ്റിപ്പോയി, അവിടെ തെറ്റിയില്ല. അതായത് കുറെ ആയില്ലേ അത് കേട്ടിട്ട്, കുറെ ആയി. അപ്പോ നമ്മളൊരു തൂവൽ പക്ഷികളാണ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഫഹദ് ഇത് കേട്ടിട്ട് ഒരു ചിരിയുണ്ട്. അത് ഓൺ ദ സ്പോട്ടിൽ വന്ന അവനൊരു ബോൺ ആക്ടറാണ് ഫഹദ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുൽഖറിന് ഓപ്പോസിറ്റ് വില്ലൻ, ദുൽഖറിന് ഓപ്പോസിറ്റ് ഫഹദ് വന്ന അടിപൊളിയായിരിക്കും. ഇവർ രണ്ടും തമ്മിൽ വില്ലനും അങ്ങനെ ഒരു സിനിമ വരട്ടെ. അതെ, ഫഹദ് നമ്മുടെ മലയാളത്തിലെ വേറെ ലാംഗ്വേജിലെ തെലുങ്കിലൊക്കെ ഇതേപോലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർ ആയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഓരോന്നും. ഷാനു എന്നാണല്ലോ അതെ വിളിപ്പേര്, എല്ലാരും എനിക്ക് അറിയാം. നല്ല സൗഹൃദമുണ്ട് ഇപ്പോഴും. ഞാൻ ഈ പറഞ്ഞ പോലെ ഫഹദ് അത്രയും വലിയൊരു ടോപ്പ് പൊസിഷനിലാണ് നിൽക്കണെങ്കിലും ഫഹദിനെ നമ്മളോടുള്ള ഒരു ഇഷ്ടം. അതുപോലെ ഞാൻ ദുൽഖറിന് ഇതുപോലെ ദുൽഖറിന്റെ ഒരു സിനിമ സെറ്റിൽ ചെന്നപ്പോ ദുൽഖർ എന്ന് എന്നെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ദുൽഖർ എണീറ്റ് നിൽക്കും എന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ദുൽഖർ എന്താ വെച്ചാൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ എത്രയോ വർഷങ്ങളായിട്ട് കൂടെ നടക്കുന്ന ഒരാള്. അത്രയും സിമ്പിൾസിറ്റിയാണ് ദുൽഖറും ഫഹദും ഒക്കെ ആണെങ്കിൽ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ കിട്ടിയതാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പൻ. ചിറ്റപ്പൻ ചില നോട്ടങ്ങൾക്ക് അതൊക്കെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം, ഒരു സിമ്പതി തോന്നി. അതിലൊരു ടേൺ ആ ക്യാരക്ടറിന്റെ ഷമ്മിയുടെ ഒരു ഇത് മാറുന്നത് അതിലാണ്. അതെ അതെ. ശരി, ഇനി നമുക്ക് അടുത്തത് നമ്മൾ പക്കത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ പക്കമാണ് ഒരു കോമഡി പാട്ട് പാടണം. കോമഡി പാട്ട്? യെസ്, പാടിക്കോളൂ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലം നൂറിന്റെ നോട്ടു കൊണ്ടാറാട്ട്, കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. അതിനേക്കാൾ വലിയ കോമഡി പാട്ടുകളില്ല. പെട്ടെന്ന് പാട്ട് വന്നല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് റീന ചേച്ചിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടാറുണ്ടോ? ഇല്ല, അതങ്ങനെ ആകസ്മികമായിട്ട് പെട്ടെന്ന് വന്ന പാട്ടാണ്. ആണോ? എത്ര വർഷം പഴയ പാട്ടോ അത്. നല്ല രസമുള്ള ഒരു, കേൾക്കാനും അതിന്റെ മ്യൂസിക്കും ബീറ്റും ഒക്കെ കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഓക്കെ ശരി, ഇനി അടുത്ത ചക്കം. റിയൽ ലൈഫിൽ ഞാൻ വളരെ റൊമാൻറ്റിക് ആണ്. 100%. ഞാൻ ഈ താടിയും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ 100% റൊമാൻറ്റിക് ആണ്. എനിക്ക് ഇത്രയും പ്രായം ഉണ്ടെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല. എന്താ പറയാ, അങ്ങനെ തന്നെയാണ്. ആണോ? അപ്പൊ ചേച്ചിയോ? തീർച്ചയായിട്ടും ചേച്ചിയാണോ ചേട്ടനാണോ കൂടുതൽ റൊമാൻറ്റിക്? കുറച്ചുകൂടെ കൂടുതൽ റൊമാൻറ്റിക് ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. റൊമാൻറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ എല്ലായിടത്തിനും ഒരു ബ്ലോക്ക് വരും, എല്ലായിടത്തും. ഞാൻ അങ്ങനെ എനിക്ക് സങ്കടങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈ സിനിമയുടെ സംഭവത്തിൽ ഒരുപാട് വലിയ വിഷമഘട്ടത്തിലൂടെ കയറി വന്നെങ്കിൽ പോലും ഞാൻ അത് പിടിച്ചു നീക്കാനായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ അങ്ങ് പോകത്തില്ല. മോളുടെ കല്യാണം ആവുന്നു, അപ്പൊ പോലും എനിക്ക് ഒരു തരത്തിലും ഒരു
ഞാനങ്ങ് ഇടിച്ചു കയറി അങ്ങ് പോകും. ഹാപ്പിനെസ് തന്നെ, സന്തോഷം തന്നെ. സങ്കടം വരും, പക്ഷെ അത് ഞാൻ അങ്ങനെ അധികം അറിയിക്കാറില്ല. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാണോ എപ്പോഴും? 100%. ആണല്ലേ? 100%. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബൈജു തന്നെയാണ് എണീക്ക്, നീ ആക്റ്റീവ് ആവ്, ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് ആയിട്ട് നിൽക്കാൻ പോലും, സിനിമയിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിപ്പോഴും കറണ്ട് ഈ പറയുന്ന എത്രയും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുകുമാരൻ ചേട്ടൻ, രതീഷ് ചേട്ടൻ, കൃഷി, അങ്ങനെ അവരോടൊപ്പം അഭിനയിച്ചിട്ട് ഇപ്പോഴും സുകുമാരൻജന്റെ മോൻ പൃഥ്വിരാജിന്റെ കൂടെ അല്ലെങ്കിൽ ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല, ഫഹദിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ആ ഒരു പോസിറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ. ഇല്ലെങ്കിൽ പോയി നമുക്കങ്ങനെ പരാതിയും പരിഭവവും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്താ റെഡി, ഐ ആം റെഡി എപ്പോഴും മിന്നായിട്ട്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചത് നമ്മള് റൊമാൻറ്റിക്കിനെ കുറിച്ചാണ്. റൊമാൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഏതായിരിക്കും ആ പാട്ട്? വീട്ടിലെപ്പോഴും ചേച്ചിയുടെ അടുത്ത് പാടുന്നൊരു പാട്ടുണ്ടാവും. അങ്ങനെ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സ്ഥിരം ഓ, ആ പാട്ടാണോ? അല്ല, അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക്. എനിക്ക് അങ്ങനെ കുറെ തമിഴിൽ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ പാട്ട് പാടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. എന്നാലും ഒന്ന് പാടിക്കേ, ഞങ്ങൾ കേൾക്കട്ടെ. അല്ല, അതിന് വളരെ മൗനമാ എന്നുള്ളത്. അപ്പൊ അത് റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ അങ്ങനെ കുറെ പാട്ടുകളുണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. റീന ചേച്ചി വന്നിരുന്നാണ്, എന്നാലും ഞാൻ അവളുടെ മുമ്പിലൊന്നും അങ്ങനെ പാടാറില്ല. അങ്ങനെയൊന്നും പാടാറൊന്നുമില്ല. അങ്ങനെ ഒരു പാട്ട് പാടുന്നതാണോ ശരിക്കൊരു റൊമാൻസ് എന്ന് പറയുന്നത്? ഇല്ല. പക്ഷെ ചില ആൾക്കാർ അവർക്ക് ഇഷ്ടം കൂടുമ്പോൾ, അവർക്ക് ആ ഒരു മൂഡ് വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അവർ അറിയാതെ പാടാറുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ അങ്ങനെ ഒരു ഇതില്ല. ശരി, ഓക്കെ, നമുക്ക് അടുത്ത പക്കത്തിലേക്ക് പോവാം. അല്ല, അടുത്ത പക്കം ആക്ടിങ് സെഗ്മെന്റ് ആണ് കേട്ടോ. അതിൽ ആക്ട് ചെയ്ത് കാണിക്കണം. ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ, ഇനിയും ഓക്കെ, ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ, മതിയാക്കാം, ഇതെല്ലാം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഒരു സീൻ അങ്ങനെ ചെയ്യണം. അഭിനയിച്ചോളൂ, എന്നോട് പറയണം. എന്റെ മുഖത്ത് നോക്കിയിട്ട് മതിയാക്കാൻ ബൈച്ചേന്ന് പറയാൻ തോന്നുന്നുണ്ടോ? ആക്ടിങ് സെഗ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറയണം. അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ പരിപാടി ഇവിടെ നിർത്തിക്കോട്ടെ. കുറെ നേരമല്ലോ നിങ്ങള് വീട്ടിൽ വന്നു, പിന്നെ അതിനുശേഷം ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പരിപാടി ഇത്? അതെന്താ വീട്ടിൽ വന്നിട്ട് നിങ്ങള് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇത് നിധിയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, ഒരു മനുഷ്യനോട് കിടക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, എല്ലാരും വിളിച്ചോണ്ടിരിക്കും എവിടെ നിധിന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ വീണ്ടും വിളിച്ചോണ്ട് ചക്കം പക്കം നിർത്തിക്കോ പരിപാടി. എന്റെ പൈസയോടെ ഞാൻ വെറുതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്ക് പാവം എന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. ബൈജു ചേട്ടന്റെ ഉള്ളിലെ ആ ഒരു നടൻ ഉയർപ്പെടുന്നു. ഞാൻ പേടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാരും പേടിച്ചു, ക്യാമറയിൽ ആളൊക്കെ പേടിച്ചു. അയ്യോ പോയി. ശരിക്കും സൂപ്പർ അഭിനയം. അപ്പൊ ദേ ബൈച്ചേട്ടൻ ഇനി ഇതൊക്കെ കണ്ടിട്ട് വേണം ഓരോരുത്തരും വിളിക്കാൻ. വ്യാജ CD വിൽക്കുന്നവരെ എവിടെ കണ്ടാലും ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. യെസ് രമ്യ, നോ രമ്യ? യെസ് രമ്യ. യെസ്. ഞാൻ സിനിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 100% എനിക്ക് എല്ലാം എൻ്റെ ഉള്ളിലും ബ്ലഡും ഒക്കെ സിനിമയാണ്. സിനിമ കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സിനിമയുടെ എല്ലാ സ്ഥലങ്ങളിലും, പ്രൊഡ്യൂസർ ആണെങ്കിലും തിയേറ്ററിൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസർമാരായിട്ട് ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ ചങ്ങാത്തം ഉണ്ടാക്കുന്നത് ഞാൻ പ്രൊഡ്യൂസർമാരായിട്ടാണ്. അപ്പൊ എനിക്ക് അത്രയും ബന്ധമുണ്ട്. ഇവരുടെ നല്ല വശങ്ങളും കണ്ടിട്ടുണ്ട്, താഴെ പോയവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ദൈവം എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ ഒരു സിനിമയെ കാശ് മുടക്കുന്നവരോട്, അല്ലെങ്കിൽ സിനിമ ഒരു നല്ല സിനിമയെ തകർക്കുന്ന എന്താണെങ്കിൽ പോലും എതിർക്കും. പണ്ട് ഇതുപോലെ തിയേറ്ററിൽ നമ്മൾ ക്യാമറയിട്ടൊക്കെ കയറി ഷൂട്ട് ചെയ്യുന്നവരെയൊക്കെ നല്ല പിടിച്ചിട്ട് അത്യാവശ്യം അവരെ ഇനി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല കാര്യവും ചെയ്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമ ഇതുപോലെ ഏതോ ഒരു വലിയ സിനിമയാണ്, സിനിമ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ തിയേറ്ററിൽ നിന്ന് വരുന്നു, റെയിൽവേ ബ്ലോക്കായി, എഴുപന്നേൽ ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് വരുക. ഇവൻ അറിയാണ്ട് എൻ്റെ തന്നെ കൊണ്ടുവന്നിട്ട് അന്ന് കളിക്കുന്ന സിനിമയാണ് തിയേറ്ററിൽ, നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഏതാ ചേട്ടാ? ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന സിനിമയാണ്, ഷാനിയിൽ കളിച്ചോണ്ടിരിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഷാനിയിലാണോ എഴുപന്നയിലാണോ എന്ന് ഓർമ്മയില്ല, രണ്ട് തിയേറ്ററാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഇവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനാന്ന് മനസ്സിലായത്. ഞാൻ അവനപ്പോൾ ഒരു ഫുൾ CD ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞത് ആ പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവന് ഇതേക്കാൻ വേണ്ടി എൻ്റെ കൊണ്ട് തന്നു. ഞാനിത് ഏത് സിനിമയാണെന്ന് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്, എന്തിനാ അവിടെ പോയി സിനിമ കാണാൻ പറഞ്ഞു. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട്, അപ്പോൾ ഗേറ്റ് തുറന്നു, വണ്ടി ചെയ്തിട്ട്
ഇത് ബാക്കിയുള്ള എല്ലാം പിടിക്കണമല്ലോ. ഓടി ഇവനടുത്ത് ഓടി റെയിൽവേ ക്രോസ് ഒക്കെ ചാടി ഓടി ഇവനെ പിടിച്ചു. ഞാൻ പിടിച്ചിട്ട് ഞാൻ ആരോ പോലീസിൽ കൊണ്ടുവന്നിട്ട് ഇവനെ കൈയോടെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ കേസാക്കിയിട്ട് പ്രൊഡ്യൂസറുടെ അസോസിയേഷനിൽ വിളിച്ചിട്ട് അവർ വന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട് സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഞാൻ വിശേഷം എന്ന് പറഞ്ഞ സിനിമ എന്നെ കാനഡയിലുള്ള ഒരാൾ കണ്ടിട്ട് വിളിച്ചു, ഗംഭീര സിനിമയാണ് ചേട്ടാ, ഞങ്ങൾ സിനിമ ഇത് ടി വിയിൽ ഇപ്പോൾ കണ്ടുള്ളൂ, ഏതൊരു ആപ്പിന്റെ പേര് പറഞ്ഞു. അപ്പോൾ നല്ല സിനിമകൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് അറിയില്ല. കാര്യം പെട്ടുപോയാൽ പോകുന്ന പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ വലിയ സ്വപ്നമാണ്. അത് മാറണം. വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങി പിന്നീട് പോസിറ്റീവ് കഥാപാത്രങ്ങളെ മനോഹരമാക്കിയ താരമാണ് ബൈജു എഴുപുന്ന. ആദ്യകാലത്ത് ഒരുപാട് ചെറിയ വേഷങ്ങളിലായിരുന്നു ബൈജുവിനെ കാണാൻ സാധിച്ചത്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ഇന്നും ബൈജുവിനെ ഓർത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അതിലെ ബേബി മോളുടെ ചിറ്റപ്പനായിട്ട് അഭിനയിച്ച് ഞെട്ടിച്ചിട്ടുണ്ട് ബൈജു. ആ സിനിമയിലേക്കുള്ള അവസരം ബൈജു ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങി എന്റെ വീടിനടുത്തുള്ള സ്ഥലമാണ്. പിന്നെ ചില സിനിമകൾ ഹിറ്റാകുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അതിന്റെ സബ്ജക്ട് എനിക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ഞാൻ ശ്യാം പുഷ്കറിനോട് പറഞ്ഞിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിൽ ബാബുരാജിന് ഗംഭീര ക്യാരക്ടർ കൊടുത്തത് ശ്യാമായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് അതുപോലൊരു വേഷം വേണമെന്ന് ശ്യാമിനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് അതിലൊരു വേഷം തരുമോ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു വേഷമുണ്ടെന്ന് പറഞ്ഞ് ശ്യാം വിളിച്ചു. ബൈജു എഴുപുന്ന പറയുന്നു, സ്ക്രിപ്റ്റിൽ ആ സീനിൽ ഡയലോഗ്സ് ഒന്നുമില്ല, നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ എന്ന് മാത്രമായിരുന്നു ശ്യാം എഴുതിയത്. സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ബൈജുവിനോട് ഇഷ്ടമുള്ള ഡയലോഗ് പറയാനായിരുന്നു ശ്യാം ആവശ്യപ്പെട്ടത്. ഈ സിനിമയിൽ തന്റേതായ ഒരു സ്പേസിലാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഡയലോഗ് സ്വന്തമായി പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന മറ്റൊരു സിനിമ ഉണ്ടാവില്ല. അതിൽ ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ ഫഹദ് ചിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ശരിക്കും സ്പോട്ടിൽ വന്നതാണ്. അവൻ ശരിക്കും ഒരു ബോൺ ആക്ടറാണ്. ദുൽഖർ നായകനായി ഫഹദ് വില്ലനായി എത്തുന്ന സിനിമ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്.